ഒന്നും നോക്കാനില്ല, സൂപ്പർ വീടാ. ചേട്ടാ, ഇവിടെ മുന്നേ താമസിച്ച ആൾക്കാരോ? അവര് വേറെ നല്ല വീട് ഇടുമ്പോ മാറിപ്പോയി. 2 ദിവസം ആവുന്നേ ഉള്ളൂ. ചേട്ടാ, മോനോ? മോൻ പോയില്ലായിരുന്നോ? ഇന്നലെ വീട് കാണാൻ വേണ്ടി വന്നതാ. ചേട്ടനത് പണിയാ കാണിച്ചത്. എന്നെ അകത്തൊക്കെ വീടും പൂട്ടി ഞാൻ പോയി കളഞ്ഞില്ലേ. എന്തായാലും വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. സാലറി എത്ര വരും? വിദ്യാഭ്യാസം ഇല്ലാത്തവരാ റെന്റാ ഉദ്ദേശിച്ചത്. വാടക നമുക്കൊരു 10,000 ഉറപ്പിക്കാം. റെന്റ് കുറവാണെങ്കിലും സൗകര്യം കൊള്ളൊന്നുമില്ല. ഇതാരാ മോള? അല്ല, വീട് നോക്കാൻ വന്ന. കൊള്ളാം, വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പാർട്ടീസ് വരുവാണെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്ന് ആദ്യമേ തീരുമാനിച്ചത്. പക്ഷെ വരുമെന്ന് തോന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ എന്നാ പിന്നെ നമുക്ക് എഗ്രിമെന്റ് അങ്ങ് എഴുതാം. അതെങ്ങനെ ശരിയാവും? ചേട്ടൻ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എനിക്കിനി വേറെ വീടൊന്നും പോയി തപ്പാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാനങ്ങ് പോവാ. എന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. താൻ പോടും. നീ പോടി. നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കാതെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സമാധാനത്തോടെ ആലോചിച്ച് തീരുമാനിക്കേ. ഞാൻ അപ്പോഴത്തേക്ക് ഒരു ചായ പിടിച്ചിട്ട് വരാം. ചേട്ടാ, ഈ വാടകയ്ക്ക് ഇവിടെ അടുത്ത് വേറെ വീട് കിട്ടുമോ? ഈ വാടകയ്ക്ക് അടുത്തുനിന്നല്ലേ ഇവിടെ വീട് കിട്ടാൻ. അപ്പൊ എന്തായാലും എനിക്കിത് വേണം. ഇതാണ് എന്റെ മാക്സിമം ബഡ്ജറ്റ്. നിന്റെ ബഡ്ജറ്റോ? എന്റെ ബഡ്ജറ്റ് ഇല്ല ചേട്ടാ. അപ്പൊ രണ്ടിടത്തിന്റെ കയ്യിലും പൈസ ഒന്നുമില്ലെന്ന് അർത്ഥം. അതെ, എന്തായാലും ഈ പൈസക്ക് ഇതുപോലെ ഫർണിച്ചർ ആരുടെ വീട് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ഐഡിയ പറയാം. എന്തായാലും 2 BHK അല്ലേ, നിങ്ങളൊന്ന് ചെയ്ത് താമസിക്കേ. അയ്യേ, ഈ അറിയത്തന്നെ കൂടെ ഞാൻ താമസിക്കില്ല. ഈ വയ്യാത്തവളെ കൂടെ എനിക്ക് താമസിക്കാൻ പറ്റത്തില്ല. ആണല്ലേ? എന്നറിയിക്കോ ഓണറിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റൂ? അത് ചുറ്റും നോക്കിയാൽ സംസാരിച്ചാൽ മതി. പുള്ളി അടുത്തല്ലേ മരിച്ചത്, ഇവിടെ തന്നെ കാണണം. ചേട്ടാ, എനിക്ക് ഓക്കെ. താങ്കൾക്ക്? എന്നാ എനിക്കും ഓക്കെയാണ്. എന്താവും? എങ്ങനെയുണ്ട് പുതിയ റൂംമേറ്റ്? കുഴപ്പമില്ല. നീ വാ. അവന്റെ റൂമായിരിക്കും അല്ലേ? തോന്നി. അല്ല, എന്നാലും ഈ വൃത്തിയില്ലാത്തവന്റെ കൂടെ നീ എങ്ങനെ ജീവിക്കാനാ? ഞാൻ അവനെ കെട്ടാനൊന്നും പോണില്ല. അതില്ല, എന്നാലും അവനൊരു തലവേദന ആവാൻ ചാൻസ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ അവനെ തന്നെ സ്വഭാവം അറിയും. നീ എന്തറിഞ്ഞിട്ടാണ് ഇവന്റെ കൂടെ താമസിക്കാൻ പോയത്? അവന്റെ ജോലിയോ വീടോ ഫാമിലിയോ എന്തെങ്കിലും നിനക്കറിയോ? ഏതൊരു IT ഫേമിൽ വർക്ക് ചെയ്യണമെന്നറിയാം. അപ്പൊ സംഭവം ഉറപ്പാ, കഞ്ചാവ്. പണ്ട് ഞാൻ ഒരുത്തനെ ഇതേപോലെ തന്നെ ഫ്ലാറ്റ് ഷെയർ ചെയ്യാൻ കൊടുത്തു. ഒരു ദിവസം ഞാൻ അവന്റെ ഫോൺ എടുത്ത് നോക്കിയപ്പം സെർച്ച് ഹിസ്റ്ററി ഫുൾ MDMA. ഞാൻ അപ്പൊ തന്നെ ഓണറിനെ വിളിച്ച് 2 അടിയും കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. എടി, MDMA ഒരു കോഴ്സ് അല്ലേ? അല്ലടി, അത് കഞ്ചാവ് പോലെ ഒരു മയക്കുമരുന്നാ. ഓ എടി, അത് MDMA. അതൊക്കെ പോട്ടെ, അവന് പോരോ? നമുക്ക് അവന്റെ റൂം ഒന്ന് ചെക്ക് ചെയ്താലോ? എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അത് വേണോ? ഒന്നും ആലോചിക്കണ്ടേ, വാ. ചാണ്ടി, എടി, ഇത് പൗഡർ അടി. അത് തന്നെ പറഞ്ഞു, MDMA പൗഡർ. ഓ എടി, ഇത് മുഖത്ത് പൗഡർ അടി. പൊടി കൊടുന്നു. എടി, ഇത് പൗഡർ തന്നെ കേട്ടോ. സർച്ചിങ് ഒക്കെ കഴിഞ്ഞായിരുന്നോ? ഒന്നും കിട്ടിയില്ല. കുറെ നേരം. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചിരി, ഞാൻ പോട്ടെ. പൗഡർ തന്നെയാട്ടോ. ഓ, നന്ദി. അതെ, പേഴ്സണൽ സ്പേസ് എന്നൊരു സംഭവമാണ്. തൻ്റെ റൂമിലേക്ക് ഞാൻ കയറാറില്ലല്ലോ. അപ്പോൾ ഞാനില്ലാത്തപ്പോൾ എൻ്റെ മുറിയിലേക്ക് കയറാൻ നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായോ? ഓ, ഇന്ന് നേരത്തെ എത്തിയില്ലേ? ആ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരാ ഉള്ളേ? അല്ല, നമ്മുടെ കൂടെ താമസിക്കുന്ന ആളെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? ഓ, അതാണ്. പിന്നെ തന്നെ കണ്ടൊരു കള്ളലക്ഷണം തോന്നില്ലല്ലോ. പിന്നെ ഇപ്പോ കള്ളന്മാർക്കൊന്നും കള്ളലക്ഷണം ഇല്ലല്ലോ. അതാ, സോറി. നൂഡിൽസ് ആണോ?
അതെ, ഒറ്റയ്ക്ക് തിന്നാനല്ല. സോറി. ഇരുന്നങ്ങ് തിന്നുക. കുറച്ചേ കഴിച്ചോ. എടാ ഈ കൊച്ചിയിൽ ബാച്ചിലേഴ്സിന് വീട് കിട്ടുന്നത് തന്നെ വലിയ കാര്യം. നിനക്കെങ്ങാടാ ഒരു പെങ്കൊച്ചിന് ഉൾപ്പെടെ കിട്ടിയത്? നീ ഒരു ലോട്ടറി എടുത്തു കേട്ടോ, ചിലപ്പോൾ അടിക്കും. അവളെ സഹിക്കുന്നതിന്റെ പാടെ എനിക്കേ അറിയാവൂ. ഒടുക്കത്തെ വൃത്തി അച്ചടക്കം. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. ചുരുക്കം പറഞ്ഞ റൂംമേറ്റിനല്ല കിട്ടിയത്, ഭാര്യയാണല്ലേ. ചൂട് ചായ എടുത്ത് ഞാൻ മുഖത്ത് വെച്ചിരും കേട്ടോ. നീ ഒരു കാര്യം ചെയ്യും, നീ അവളെ കയറി പ്രേമിക്കും. അതാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് 2 ദിവസം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുമല്ലോ. എന്നിട്ട് റൂം മാറുമ്പം ബ്രേക്കപ്പ് ചെയ്താൽ മതി. അവളെന്റെ കപ്പ് ഓഫ് ടീയേ അല്ല. അങ്ങനെയുള്ളവരെ കൂടുതൽ ഒന്നിക്കുന്നത് ഈ സിനിമയിലൊക്കെ ഉണ്ട്. ചായ കുടിച്ച് കഴിഞ്ഞെങ്കിൽ പോയി ബില്ല് കൊടുക്ക്. വയറും വാടകയ്ക്കടുത്ത് വന്നോളൂ. ഞാൻ കൊടുത്തോളാം. തിന്ന്. അച്ചു, എന്താണ് പരിപാടി? വൈകിട്ട് എല്ലാവരോടും ഒന്ന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാവോ? അതോ പുള്ളിക്കാരൻ്റെ ഒപ്പം പുറത്തു പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഏത് പുള്ളി? അല്ല, ഇപ്പൊ ഓഫീസിൽ ഒരു വർത്താനുണ്ട്. ചാണ്ടി ഇപ്പൊ വേറെ ആരായിട്ടോ ആണ് സ്റ്റേ എന്നൊക്കെ. അപ്പൊ ആ പുള്ളിക്കാരനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആളെന്റെ റൂംമേറ്റാ. ആണോ? ഇത് വെറുതെ ഞാൻ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഓക്കെ, എന്നാ ഓക്കെ, വൈകിട്ട് ഉണ്ടാവില്ലോ അല്ലേ? ബൈ. അതെ, ഇയാൾ ഇത്ര നേരം എവിടെയായിരുന്നു? എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വിളിച്ച ഒരാളെ മര്യാദ കാണിക്കണ്ടേ? അതെ, മാഡത്തിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. എടോ, തന്റെ പ്രശ്നം എന്താ? ഞാൻ പുറത്തു പോകുമ്പോ തന്നോട് ചോദിച്ചിട്ട് വേണോ പോവാൻ? എടോ, നമ്മളിവിടെ വീട് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. താൻ എന്റെ അച്ഛനാവാൻ നോക്കല്ലേ. ഹായ്. ഹായ്. ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഇന്നലെ ഒന്ന് പുറത്തു പോയി. റൂംമേറ്റ് ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി പറഞ്ഞു കാണഞ്ഞിട്ടോ. രാഹുലെ, എന്താ? ഞാൻ ഉണ്ടാക്കിയതാ. ഉച്ചയ്ക്ക് കഴിച്ചോ? ആ ടിഫിൻ ബോക്സ് അവളെന്റെ കൈ കൊണ്ട് തന്നപ്പോ ഉണ്ടല്ലോ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണൂലേ, ഭർത്താവ് ഓഫീസിൽ പോകാൻ നേരത്ത് ഭാര്യ ടിഫിൻ ബോക്സ് ഒക്കെ കൊണ്ട് തരുന്ന രീതിയിൽ എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഇതിങ്ങനെ വരത്തുള്ളൂ എനിക്ക് നേരത്തെ അറിയാം. ഇതൊന്ന് പിടിച്ചേ. ഒരു സിംഗിളായ ആൺകുട്ടി, ഒരു സിംഗിളായ പെൺകുട്ടി, ഇവർ രണ്ടും കൂടെ റൂമിൽ താമസിക്കുമ്പം ക്ലൈമാക്സ് നമുക്ക് ഊഹിച്ചൂടെ? കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ നിനക്കിഷ്ടമാണ് എന്ന് നീ പോയി പറ. അതെങ്ങനെ പോയി പറയൂടാ? നമ്മളൊരു പെൺകുട്ടിയെ കണ്ടെത്തുമ്പം നമുക്ക് ചേരുന്ന ആളാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കണ്ടേ? നിന്റെ തൊട്ടി ഗുണമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ വേണ്ടാന്ന് പറയും. അതിന് മുമ്പ് പോയി പറഞ്ഞു. അപ്പോൾ പോയി പറയാല്ലേ? അവളിന്നൊരു പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്, ഓണം. ഹായ്. ഇരിക്കുമ്പോ ഇത് രാഹുല്. ഹലോ. ഹായ്. ഇത് ജോബിൻ, അത് പ്രസാദ്, ഹായ്. പിന്നെ ഇത് വർഷ. ഹായ്. രാഹുൽ എവിടെ വർക്ക് ചെയ്യണേ? കൊച്ചി തന്നെ. ഓ ശരി ശരി. എത്ര വർഷമായി? എടാ മുടി. എന്തോ? എത്ര വർഷമായി? ഞാനൊരു 3 വർഷമായി. ഓ. ആ കൈയെടുത്ത് മാറ്റണം. അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവള് പറയട്ടാ. 2 പ്രാവശ്യം കൈ തട്ടി മാറ്റിയിട്ട് മനസ്സിലായില്ലടാ അവൾക്ക് കുഴപ്പമുണ്ടെന്ന്. എന്തിനാടായിരുന്നു കിണിക്കുന്നേ? എടാ രാഹുൽ, നിനക്ക് എന്താ? അങ്ങോട്ട് വന്നേ. നിനക്കെന്താ രാഹുൽ, പ്രാന്താണോ? പിന്നെ നിന്റെ തോളിലൊരുത്തം പിടിച്ചോണ്ടിരിക്കാൻ കണ്ടിട്ട് ഞാൻ മിണ്ടായിരിക്കണോ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അതെന്താ മനസ്സിലാവാത്ത? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ വേറൊരുത്തം തൊട്ടാ എനിക്ക് നോവും. ഓ, അപ്പോ മോന്റെ റൂട്ട് ഇതാണല്ലേ? ഇതാണ് മനസ്സിലെങ്കിൽ നടക്കില്ല. അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് പോയാലോ? രാഘുലെ, കൈയെടുക്ക്. നമ്മുടെ 2 പേരുടെയും മൂഡ് ഇപ്പോൾ ശരിയല്ല. നമുക്കതിനെ പറ്റി പിന്നെ സംസാരിക്കാം. പിന്നെ എന്ത് സംസാരിക്കാനാ? എനിക്ക് നിന്നോട് ഒരു ഇഷ്ടമില്ല. അങ്ങനെയല്ലല്ലോ നീ എൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നേ. അല്ല, ഞാൻ എങ്ങനെ പെരുമാറുന്ന നീ പറയുന്നേ?
കുറച്ച് ചോറുണ്ടാക്കി തന്നേനോ? ഇനി നാളെ ഒരു വല്ല ബിരിയാണി ഉണ്ടാക്കി തന്നെ അവളുടെ പിന്നാലെ പോവല്ലോ. നിനക്ക് വിഷമമൊന്നുമില്ലേ? എന്തിന്? ഇല്ലല്ലേ, നല്ല കാര്യം. ആക്ച്വലി എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനിതുള്ള റൂം അപ്പം എടുക്കാം. നിനക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇത്ര റെന്റും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വിചാരിച്ചു നിനക്കാൻ പോയത് നല്ല വിഷമാണെന്ന്. അതാ പിന്നെ ഒന്നും ചോദിക്കാൻ ഞാനെങ്കിൽ അവനോട് വരാൻ പറയാണേ. ആ ഇവിടെ ഇരിപ്പുണ്ടോ? ഈ വഴക്കൊക്കെ എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും എന്ന് പറഞ്ഞിങ്ങനെ മിണ്ടായിരിക്കണം വേണ്ടേ. ഞാനായിരുന്നു എപ്പോഴും തിരിച്ചു പോയേനെ. അങ്ങനെയല്ലല്ലോ നീ ഇന്നലെ പറഞ്ഞേ. ആ എനിക്ക് ഇന്നിപ്പം അങ്ങനെ പറയാൻ തോന്നുന്നത്. ഓ, ഭാര്യ വരുന്നുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഇവിടുന്ന് പോണമായിരിക്കും. ഏയ് തോന്നി, കിടന്ന് മെഴുകണ്ട. അങ്ങനെയല്ലടാ, അന്ന് നിൻ്റെ സാധനങ്ങളെല്ലാം എടുക്കാൻ ഞാൻ വീട്ടിൽ പോയില്ലേ, അന്ന് അവൾ കരഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ നീര് വന്നിരിക്കുമായിരുന്നു. കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ശരിക്കും പിന്നെ ഞാൻ കള്ളം പറയുമോ? അവക്ക് നീ ശരിക്കും അങ്ങോട്ട് ചെല്ലണം എന്നാടാ. പുതിയ റൂംമേറ്റ് എങ്ങനെയുണ്ട്? അത് റെന്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായപ്പോ ഒരു ഫ്രണ്ട് പറഞ്ഞു, അപ്പൊ ഞാനും വന്നോട്ടെ എന്ന് വിചാരിച്ചു. ഓ. ലൈഫ് എങ്ങനെ പോണു? ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. തന്റെ ഫ്രണ്ട് വന്നപ്പോ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കരച്ചില്ലെന്ന് പറഞ്ഞാൽ പട്ടി മോങ്ങുന്ന പോലായിരുന്നു കരയുന്നേ. കണ്ടിട്ട് എനിക്ക് എന്നെ സഹിച്ചില്ല. കുട്ടി വന്ന് വിളിക്കും എന്നാണ് അവൻ്റെ മനസ്സിൽ. എന്റെ പട്ടി വന്ന് വിളിക്കും. പട്ടി വന്ന് വിളിച്ചാലും അവൻ വരും. അല്ല, അങ്ങനെയാണ് അവൻ്റെ ഒരു അവസ്ഥ. പിന്നെ വേറൊരു കാര്യം കൂടിയും പറഞ്ഞു. വെള്ളടിച്ച് ഓഫീസിൽ പോയെന്നോ അവിടുന്ന് പുറത്താക്കിയെന്നോ. ആ ജോലിയിലെങ്കിലും ഞാൻ വിടാൻ വേണ്ടിയിട്ടിരുന്നതാ. പുതിയ ജോലി കിട്ടി. അപ്പൊ താമസം നോക്കുന്നുണ്ട്, കുറച്ചും കൂടെ വലിയ സൗകര്യമുള്ള സ്ഥലം. വേണമെങ്കിൽ എന്റെ റൂമിൽ നിൽക്കാം. ഇവിടെ രണ്ടാൾക്കുള്ള സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. തനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അത് വേണ്ട. എന്താ ഇപ്പൊ പറഞ്ഞേ? അല്ല, താമസിക്കണമെങ്കിൽ ഇവിടെ താമസിക്കാന്ന് പറയുമായിരുന്നു. അതിനിപ്പോ എന്താ, വലിയ മുറിയല്ലേ? എന്ന് വെച്ച് സ്വന്താന്ന് വിചാരിക്കണ്ട. എന്ത് റൂം? അപ്പൊ ഈ കഥയില് വേറെ ട്വിസ്റ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? ഇതാ ക്ലൈമാക്സ്. പ്രഡിക്റ്റബിൾ ബട്ട് ഓക്കെ. നീ വാ. അതെ, വൃത്തിയില്ലാതെ റൂമിൽ എങ്ങനെ കേറി അടിച്ചു നിന്നുണ്ടല്ലോ. ഞാൻ നല്ല കുട്ടി ആയിക്കോളാം.